ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വിഖ്യാത ഹംഗേറിയൻ സംവിധായകൻ ബെലാത്താർ അന്തരിച്ചു. ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 2022 IFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവാണ്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നു. ഗൗതം, IFFKയും കൂടി പരിചിതനായ ഒരു സംവിധായകൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഒരുപക്ഷെ മലയാള സിനിമാ പ്രേക്ഷകർക്ക്, സിനിമ ആസ്വദിക്കുന്നവർക്ക്, ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളായ ബെലാത്താർ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് സംവിധായകൻ കൂടിയായിട്ടുള്ള ബെൻ ഫ്ലൗഗീഫ് ആണ്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അസുഖബാധിതനായി ചികിത്സയിലിരിക്കുമ്പോഴാണ് ഈ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 70 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഒരുപക്ഷെ സിനിമയെ അതിന്റെ ഫിലോസഫിക്കൽ മേഖലകളിലേക്ക്, അതായത് കാഴ്ചയുടെ ദാർശനികമായ തലത്തിലേക്ക് സിനിമ ആവിഷ്കാരത്തെ ഉയർത്തുകയും പിന്നീട് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത് ശ്രദ്ധേയമാകുകയും ചെയ്ത സംവിധായകനാണ് ബെലാത്താർ. അദ്ദേഹത്തിന്റെ 9ഓളം വരുന്ന ഫീച്ചർ സിനിമകൾ, ആ സിനിമകളിൽ നമുക്ക് സമാനമായ രീതിയിലുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്. ബെലാത്താറിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത ഡോക്യുമെന്ററി തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതായിട്ടുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 17ാമത്തെ വയസ്സിൽ തന്റെ അച്ഛൻ നൽകിയ 8mm ക്യാമറ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഡോക്യുമെന്ററി പുറത്തു വരുന്നത്. ആ ഡോക്യുമെന്ററി തന്നെ ഹംഗറിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തർക്കത്തിലേക്ക് നീങ്ങുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര സ്വീകാര്യനല്ലാത്ത ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തു. പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹം ഈ കമ്മ്യൂണിസത്തെ തുറന്ന് എതിർക്കുകയും ഒരുപക്ഷെ IFFK വേദിയിൽ പോലും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ജീവിതത്തിന്റെ കാഴ്ചയ്ക്ക് പുതിയ ഫിലോസഫിക്കലായിട്ടുള്ള ദാർശനികമായ ഒരു തലത്തിലേക്ക് അതിനെ മാറ്റുകയും തന്റെ കൺമുൻപിൽ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ ഫിലോസഫിക്കൽ ഐഡിയോളജിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്ന സിനിമകളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിർമ്മാണങ്ങളൊക്കെയും അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെയും. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ ഫാമിലി നെക്സ്റ്റ് ആയിരുന്നാലും, ദ ടൂറിൻ ഹോഴ്സസ് ആയിരുന്നാലും, ഡാമിനേഷൻ, ദ മാൻ ഫ്രം ലണ്ടൻ, ദ ഔട്ട്സൈഡർ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ഫാമിലി നെക്സ്റ്റും ടൂറിൻ ഹോഴ്സസും ഒക്കെ വ്യാപകമായ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച സിനിമകളാണ്. ഡാമിനേഷൻ ആയാലും അത് സമാനമായ രീതിയിൽ വിവിധ രാജ്യാന്തര മേളകളിൽ നിറസാന്നിധ്യമായി അല്ലെങ്കിൽ വലിയ സ്വീകാര്യതയോടെ ജനം ഏറ്റെടുത്ത ചിത്രങ്ങളായിരുന്നു അവയൊക്കെയും. നമുക്കറിയുന്നത് പോലെ തന്നെ IFFKയിൽ മാത്രമല്ല, IFFKയിൽ അദ്ദേഹം 27ാമത് IFFKയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത്. അദ്ദേഹത്തിന് അന്ന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും സംസ്ഥാന മേള നൽകുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് വലിയ രാജ്യാന്തര തലത്തിൽ നടക്കുന്ന മറ്റ് വലിയ മേളകളിലും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. എന്തായാലും ലോക സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ഗൗരവമായി സമീപിക്കുന്ന വലിയ ആരാധക വൃന്ദമുണ്ടായിരുന്ന ബെലാത്താർ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. നിലവിൽ വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആനന്ദ്, ഗൗതമാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മളോട് പങ്കുവച്ചത്. മലയാളികൾക്ക് കൂടി പരിചിതനായ, ദാർശനികത സിനിമയിൽ പുലർത്തിയ ഒരു സംവിധായകനെ നഷ്ടമായിരിക്കുന്നു.